RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പന്തുകളി പ്രേമികൾ കാത്തിരുന്ന ആ ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് മാമാങ്കം 2026 ഫുട്ബോൾ വേൾഡ് കപ്പിന് തിരശ്ശീല വീഴാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. മെക്സിക്കോയിലാണ് ആദ്യ മത്സരം. അതേപോലെ തന്നെ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 അതിന് കുട്ടിയേറാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 2026 വേൾഡ് കപ്പ് തുടങ്ങാൻ ഒരു മാസം ബാക്കിയുള്ള സമയത്തും നാട്ടിൽ വലിയ ഒച്ചപ്പാടും ബഹളവും അതേപോലത്തെ ഫാൻ ഫൈറ്റുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ മന്ദഗതിയിലായിരുന്നു തുടങ്ങിയതെങ്കിലും അവസാനമായപ്പോൾ 100 അടി, 160 അടി, 300 അടി, 400 അടി, 600 അടി എന്നിട്ട് ഫ്ലെക്സുകളും കാര്യങ്ങളായിട്ട് ഭയങ്കര ഹൈപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രതീക്ഷ ഈ വേൾഡ് കപ്പ് ഇത്രമാത്രം ഇതിലേക്ക് എത്തില്ല എന്നൊക്കെ വിചാരിച്ചു. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് നമ്മൾ അത്രമാത്രം ആസ്വദിച്ച് കളി കണ്ട് നേരിട്ട് ഒരുപാട് മലയാളികൾ കാണാൻ പറ്റി. അതേപോലെ തന്നെ ആ ഒരു കളിയുടെ ടൈമിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് നമ്മൾ ഇന്ത്യക്കാർക്കും അതേപോലത്തെ GCC കൺട്രീസിലുള്ള എല്ലാവർക്കും നല്ലതുപോലെ ആസ്വദിക്കാനും പറ്റിയ അടിപൊളി ഒരു ടൈമിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പോയപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിന് ചിലപ്പോൾ അത്രമാത്രം ഇത് കിട്ടില്ല എന്ന് ചോദിച്ചു. പക്ഷേ അവസാനമായി തുടങ്ങിയതോടുകൂടി വേൾഡ് കപ്പിന്റെ ദിവസങ്ങൾ അടുക്കും തോറും കൂടി ഫാൻ ഫൈറ്റുകളും അതേപോലെ തന്നെ ഫ്ലെക്സുകളും നാട്ടിൽ ഇതിന്റെ റാലികളും അതേപോലെ തന്നെ ഒരുപാട് എന്താ പറഞ്ഞാൽ ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വേൾഡ് കപ്പിന്റെ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് രാത്രി 6 കോൺഫെഡറേഷനിൽ നിന്ന് 48 ടീമുകൾ 16 സിറ്റികളിൽ നടക്കുന്ന മത്സരം ഇന്ന് ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ നീളുന്ന ഒരു വലിയ ഒരു ഫുട്ബോൾ മാമാങ്കം നടക്കാൻ പോകുന്നു. ലോകത്തെ തന്നെ ഒരു പന്തിന് പിന്നാലെ കറക്കുന്ന ഒരു നിമിഷമാണ് ഇനി. അതെന്താ പറയുക, രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന് കാണേണ്ട നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളവർക്ക് ഉറക്കം പോയി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്താ പറഞ്ഞാൽ കളി തുടങ്ങുന്നത് രാത്രി 8 മണി മുതലൊക്കെ സംരക്ഷണം ആരംഭിച്ച് രാവിലെ 9 മണി വരെയൊക്കെ ഉണ്ട്. അത് പലതരം ടൈമുകളിലാണ്. അപ്പൊ നമ്മുടെ ഇഷ്ടപ്പെട്ട ടീമുകളുടെ കളി കാണാൻ വേണ്ടി ഏത് ഉറക്കം വെച്ചിട്ടും കാത്തിരിക്കും. അപ്പോൾ ചങ്ങായിമാരുടെ കൂടെയൊക്കെ ഇരുന്ന് വേൾഡ് കപ്പ് കാണുന്നതാണ് അതിൽ വേറെ വൈബില്ല. അതും ഓപ്പോസിറ്റ് എന്താ പറയുക, നമ്മൾ ഫാൻസുകാരുണ്ടല്ലോ, ബ്രസീലും അർജന്റീനയും പോർച്ചുഗലും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് മിക്സ് ആയിട്ട് ഓരോ കളികൾ കാണുകയാണെങ്കിൽ ചിലവർക്ക് സന്തോഷവും ചിലവർക്ക് ഹൃദയമിടിപ്പുകളും ചിലർക്ക് കണ്ണീരൊക്കെ കാണേണ്ടി വരും. ട്രോളുകളും അതേപോലെ തന്നെ വാഗ്വാദങ്ങളും ബെറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് കാണേണ്ട ഒരു കളിയാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എന്താ മിസ് ചെയ്യുന്നത്, ഈ ഒരു വേൾഡ് കപ്പിന് നാട്ടിലുണ്ടാവണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചത്. പക്ഷേ സാഹചര്യങ്ങളിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പോൾ ടിവിയിലും അതേപോലെ തന്നെ എന്താണ് ഓൺലൈനിലൊക്കെ ഇരുന്ന് കണ്ടിട്ട് അതേപോലെ തന്നെ ഇവിടെ ഫാൻ സോണുകളൊക്കെ ഉണ്ടാവും യുഎയിലേക്ക്, അവിടെയൊക്കെ പോയിട്ട് കളി കാണുന്നുള്ള ആഗ്രഹത്തിലായിരിക്കുന്നത്. എന്തായാലും ശരിക്കും വല്ലാതെ മിസ് ചെയ്യും. ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ആ ക്ലബ്ബിലും കാര്യങ്ങളിലൊക്കെ പോയിരുന്ന് കളി കാണുന്ന വേറെ വൈബ് തന്നെയാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നമ്മളൊക്കെ വേൾഡ് കപ്പ് കാണാൻ തുടങ്ങിയ സമയത്തൊക്കെ ആ ഒരു 32 ഇഞ്ച് ടിവിയിൽ ആ ഒരു ഡബ്ബ ടിവിയിൽ ഇരുന്ന് കളി കണ്ട് പിള്ളേരൊക്കെ കൂടിയിട്ട് ആ ചായയും മിച്ചറൊക്കെ എടുത്തിരുന്ന് കളി കാണുന്ന ഇത് വേറെ തന്നെയാണ്. അതിനുശേഷം പ്രവാസ ജീവിതത്തിലൊക്കെ വന്ന സമയത്ത് ഇവിടെ കമ്പനിയിൽ അവരുടെ സ്റ്റാഫുകൾ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കളി കാണാൻ ഒരുപാട് ഫാൻസുകൾ ഉണ്ടാവും. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ അത് ആ ഒരു മൊമെന്റ് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫാമിലിയൊക്കെ ആയപ്പോൾ ഫാമിലിയുടെ കൂടി പിന്നെ എപ്പോഴെങ്കിലും പുറത്ത് പോയി കാണാൻ പറ്റുന്ന സമയങ്ങളിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയി കാണും. അങ്ങനെയാണ്. നിങ്ങളുടെ എങ്ങനെയാണ് ഈ ഒരു വേൾഡ് കപ്പ് കാണുന്നത് എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും അർജന്റീന രണ്ടാം ചാമ്പ്യന്മാരാവാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വരികയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഖത്തറിൽ മനോഹരമായ നിമിഷങ്ങൾ അർജന്റീന ഫാൻസുകാർക്ക് സമ്മാനിച്ചു. ഇനി പോർച്ചുഗൽ ഉണ്ട്. പോർച്ചുഗലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി ഒരു വേൾഡ് കപ്പ് അത് നേടിക്കൊടുക്കുക എന്നതിലാണ് പോർച്ചുഗൽ പട വരുന്നത്. അപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയും റിലാക്സ് ആയിട്ടും ഇത്രയും ഫ്രീ ആയിട്ട് കളിക്കുന്നതും ഇത്രയും റിലാക്സ് ആയിട്ട് കളി കാണുന്ന ഒരു ഫാൻസ് ഈ വേൾഡ് കപ്പിൽ വേറെ ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രഷറിൽ കളി കാണുന്നത് അത് എന്റെ അഭിപ്രായത്തിൽ പോർച്ചുഗലിന്റെ ഫാൻസ് തന്നെ ആയിരിക്കും. എന്താ പറഞ്ഞാല് റൊണാൾഡോയ്ക്ക് വേണ്ടി ഒരു കപ്പ് അത് അവസാന ഇവരുടെ 3 പേരുടെയും അവസാന അംഗമാണ്. എന്താ പറഞ്ഞാല് നെയ്മറിന്റെ ആയിക്കോട്ടെ ആ ഒരു മഞ്ഞക്കുപ്പായത്തിൽ ഇനി നമുക്ക് കാണാൻ പറ്റും തോന്നുന്നില്ല. അതേപോലെ തന്നെ മെസ്സിയുടെ കാര്യം, നീലയും വെള്ളയും കലർന്ന അർജന്റീനയുടെ കുപ്പായത്തിൽ മെസ്സിയെ കാണാൻ ഇനി പറ്റില്ല ഈ വേൾഡ് കപ്പോട് കൂടിയിട്ട്. അതേപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ഒരു പോർച്ചുഗലിന്റെ ജേഴ്സിയിലും കാണാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. ഇനി ഇങ്ങനെ ഒരു ഫാൻ ഫൈറ്റും ഇങ്ങനെ ഒരു ജനറേഷൻ, ഈ ഒരു ജനറേഷൻ ശരിക്കും നമ്മുടെ കുട്ടിക്കാലം മുതൽ കേട്ടു തുടങ്ങിയ പേരുകളാണ് റൊണാൾഡോ, മെസ്സി, നെയ്മർ. അതിനിടയിൽ കുറെ പേര് വന്നു, കുറെ പേര് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്, കുറെ പേര് പോയി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടാലും പക്ഷെ ഈ ഒരു 3 മഹാരഥന്മാര് ഫുട്ബോളിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ ശരിക്കും വല്ലാത്തൊരു ശൂന്യതയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി നമ്മുടെ എന്താ പറയാ അവസാന കാലഘട്ടങ്ങളിലൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇവരുടെ പഴയ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കേണ്ടി വരും. പിന്നെ പുതിയ തലമുറകൾ ഒരുപാട് വളർന്നു വരും. യമാലും എംബാപ്പയും ഡെമ്പലയും അങ്ങനെ ഒരുപാട് പേര്. പക്ഷെ മെസ്സിയും റൊണാൾഡോയും നെയ്മറും ഉണ്ടാക്കിയ ആ ഓളമൊന്നും ഇനി ഒരു കാലത്തും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്രമാത്രം പാൽപന്ത് കളിക്കാരെ അവരുടെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച നിമിഷങ്ങളാണ് ഇവര് സമ്മാനിച്ചത്. എന്താ പറഞ്ഞാൽ ഇവര് ഒരാള് എന്താ പറയാ അതിന് ഇപ്പോഴും വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗോട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊക്കെ വിട്ടാണെങ്കിലും ഈ 3 പേർക്കും ഫുട്ബോളിൽ ഒരുപാട് നമ്മളെ എന്താ പറയാ നമ്മളെ ത്രസിപ്പിക്കാനും അതേപോലെ തന്നെ നമ്മളെ ഫാൻ ഫൈറ്റ് അയക്കാനൊക്കെ പഠിപ്പിച്ചു തന്നതൊക്കെ ഇവരാണ്.
അങ്ങനെ ഫുട്ബോൾ ഇനി ജർമ്മനി വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലണ്ട് കുറെ കാലത്ത് വേൾഡ് കപ്പ് ശേഷം ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് നേടാൻ വേണ്ടിയിട്ട് വരികയാണ്. അതേപോലെ തന്നെ അവരുടെ ഒരു കിട്ടാക്കനിയായ നെതർലാൻഡിന്റെ ഒരു വേൾഡ് കപ്പ് അവര് മുത്തമിടാൻ വേണ്ടി നെതർലാൻഡും ഈ പ്രാവശ്യം നല്ലൊരു സ്ക്വാഡുമായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ബ്രസീൽ 6ാം വേൾഡ് കപ്പിന് അത് കുറച്ച് അതിമുഖമാണ്. കുറച്ച് ഇപ്പൊ മൂന്നും ഒന്നും രണ്ടുള്ളവരൊക്കെ ഓരോ ട്രോഫി കൊണ്ട് എടുക്കട്ടെ, എന്നിട്ടൊക്കെ ബ്രസീലിന് പോരെ എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അവർക്ക് 6ാമത്തെ ട്രോഫിയാണ്. എന്താ പറയുക, 10-24 കൊല്ലായി അവര് ഒരു ട്രോഫി എടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബ്രസീലുകാർ അരക്കെട്ട് ഉറപ്പിച്ചിട്ട് തന്നെ വരുന്ന ഈ വേൾഡ് കപ്പ് നെയ്മർ ജൂനിയർക്ക് വേണ്ടിയിട്ട് അവർ നേടുമെന്ന് പറയണം. അങ്ങനെ പിന്നെ നോക്കുകയാണെങ്കിൽ സ്പെയിൻ ഉണ്ട്, വളരെ ശക്തരാണ്. ഏത് സമയം ഒരു രണ്ടാം ചാമ്പ്യൻ ആരാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഫ്രാൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവര് ബ്രസീലിന്റെ ഒപ്പം അടുത്ത കിരീടത്തിലേക്ക് എത്തിയാൽ അതിന് മാത്രം ഒരുമ്പെട്ട ഒരു പട തന്നെ അവരുടെ കയ്യിലുണ്ട്. അവരുടെ ഇപ്പോൾ ഫ്രണ്ട്ലി മാച്ചെല്ലാം കണ്ടാൽ പിന്നെ മൊറോക്കോ, ഐവറി കോസ്റ്റ്, നൈജീരിയ, അങ്ങനെ കറുത്ത കുതിരകളാവാൻ വേണ്ടിയിട്ട് നോർവേ, അങ്ങനെ ഒരുപാട് ടീമുകളുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഉള്ള ദിവസങ്ങൾ എന്താ പറയുക, ഉറക്കമൊഴിച്ച് കാൽപന്ത് കളിയുടെ ആ ഒരു രുചിയും മണവും ഒക്കെ നമ്മൾ അറിയാൻ പോവാണ്. അപ്പൊ അതിനിടയിൽ സൗഹൃദങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഒരു കാരണവശാലും ആ സൗഹൃദത്തിന്റെ അപ്പുറം ഇത് ഒരു ഫാൻ ഫൈറ്റിൽ നിൽക്കുക, സൗഹൃദം വിട്ട് കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട. എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളി ഈ ഒരു മാസത്തോടു കൂടി കഴിയും, സൗഹൃദങ്ങൾ വീണ്ടും നിലനിൽക്കണം. അപ്പോൾ സൗ നല്ല സൗഹാർദ്ദപരമായ ഈ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടക്കാം. അതിന്റെ പേരിൽ എന്താണ് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇനി കളിയാണ്. കളി പറഞ്ഞാൽ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നാട്ടിലൊക്കെ ടി വി റൈറ്റ്സ് എടുക്കാൻ വേണ്ടി ആണ് എടുത്തിരിക്കുന്നത്. അത് ഒരുപാട് ലേറ്റ് ആയിട്ട് എടുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു സംരക്ഷണം അവകാശം എന്ന് പറഞ്ഞാൽ അത് 30 മില്യൺ എന്താണ് എടുത്തിരിക്കുന്നത്. അത് 100 മില്യണൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവസാനം ഈ 30 മില്യൺ എത്തി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഒരു ടൈമിംഗ് ആണ്, പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകണം. ആരൊക്കെ ഇപ്പോൾ എല്ലാ കളികളൊന്നും കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ മിക്ക കളികളും ആൾക്കാർ ഇന്ന് കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഈ വേൾഡ് കപ്പിൽ നിന്ന് എല്ലാ കളികളും കാണില്ല. എന്താ പറഞ്ഞാൽ ആ ടൈമിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അർദ്ധരാത്രി നടക്കുന്ന കളികളൊക്കെ ചിലപ്പോൾ മിസ്സാവുമായിരിക്കും. അവരുടെ ഫേവറേറ്റ് ടീമുകളുടെ കളിയാണെങ്കിൽ മാത്രമേ ഇന്ന് കാണുള്ളൂ എന്നുള്ള ആ ഒരു തോന്നലാണ് ഈ ഒരു എന്താ പറഞ്ഞാല് ഇന്ത്യയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലും കൊൽക്കത്തയിലും മുംബൈയിലും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ഫുട്ബോളിന് ഉള്ള കമ്പങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവസ്ഥകൾ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. മെക്സിക്കോ, കാനഡ, അമേരിക്കയിൽ നടക്കുന്ന 3 രാജ്യങ്ങളിലായിട്ടാണ് ഈ ഒരു വേൾഡ് കപ്പ് നടക്കുന്നത്. മെക്സിക്കോയിലും കാനഡയിലും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് പോകുമ്പോൾ USA നിന്ന്, അമേരിക്കയിൽ നിന്ന് നല്ല രീതിയിലുള്ള വാർത്തകൾ എന്താണ് റഫറിയെ, നമ്മുടെ സോമാലിയിൽ നിന്നുള്ള റഫറിയെ തിരിച്ചുവിട്ടിട്ടുണ്ട് ഫിഫയുടെ. അതേപോലെ തന്നെ അവിടുത്തെ പ്ലേയേഴ്സിന് ചെക്കിങ് കാര്യങ്ങളും. എന്താ പറഞ്ഞാൽ ഏത് സമയം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന ഒരു ധാരണയിലാണ് അവർ അത്രയും സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നത്. നമ്മൾ ഖത്തറിൽ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ അവിടുത്തെ ടിക്കറ്റുകളുടെ റേറ്റും, കരിഞ്ഞന്തിലല്ല, ഒഫീഷ്യലായിട്ടുള്ള ടിക്കറ്റുകളുടെ റേറ്റും അവിടുത്തെ ബസ്സിനും അതേപോലെ തന്നെ ഹോട്ടൽ റൂമുകൾക്കുള്ള റേറ്റുകളൊക്കെ കേൾക്കുമ്പോൾ കിളി പാറാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിൽ പോയി കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. ഇനി എന്തായാലും 2034 സൗദിയിലേക്ക് സൗദിക്ക് പിടിക്കണം, അതിൽ യാതൊരു സംശയമില്ല. ഇൻഷാ അല്ലാ അങ്ങനെ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സൗദിയിൽ പോയിട്ട് ആ ഒരു കളി കാണണം എന്നുള്ളതിൽ സംശയം നിങ്ങളൊന്നുമില്ല. എന്താ പറഞ്ഞാൽ ഖത്തറിൽ മെട്രോ വരെ ഫ്രീ ആയിരുന്നു. അതൊക്കെ ആലോചിക്കണം. ഇപ്പോൾ അവിടെയൊക്കെ ഹോട്ടൽ റൂമുകൾക്കും അതേപോലെ തന്നെ ഒരു ലൊക്കേഷൻ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസ് ആണെന്ന് പറയുന്നത്. അതുപോലെ ഫൈനൽ ടിക്കറ്റ് കാണുന്നത് $75,000 അങ്ങനെ എന്തൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും എന്നിട്ടും ജനങ്ങൾ അവിടെ എത്രത്തോളം എത്തിയിരിക്കുന്നു കുറേ പേർക്ക് വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് എന്താ പറയുക, ഒരുപാട് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേൾഡ് കപ്പ് ശുഭകരമായിട്ട് അവസാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ടീമിന്റെ കളികളെ കുറിച്ചായിരിക്കും, മെയിനായിട്ടുള്ള കളികളെ കുറിച്ചായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു മാസം നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പ്രതീക്ഷകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. നമ്മുടെ ലൈവ് അപ്ഡേഷൻസ് കാര്യങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ലൈവുകൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.